നമസ്കാരമുണ്ട് പ്രിയമുള്ള പ്രേക്ഷകരെ. MC റോഡിൽ ഇപ്പോൾ സംഭവിച്ച അതിദാരുണമായ ഒരു സംഭവം പ്രേക്ഷകരുമായി പങ്കിടാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് ആളുകളൊക്കെ ഇവിടെ കൂടി നിൽക്കുകയാണ്. MC റോഡിൽ കലയപുരം പെട്രോൾ പമ്പിന് മുമ്പിലാണ് ഒരു കാറിൽ ഒരാളെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. കാറിനുള്ളിൽ ഒരാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. കാറിനുള്ളിൽ ഒരാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. കലയപുരം പെട്രോൾ പമ്പിന് സമീപമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള സംഭവം നടന്നിരിക്കുന്നത്. പോലീസ് സ്ഥലത്തെത്തി ചേർന്നിട്ടുണ്ട്. ഇദ്ദേഹത്തെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊട്ടാരക്കര പോലീസുമായി ബന്ധപ്പെടുക. കാറിൽ മരിച്ച നിലയിൽ ഇദ്ദേഹത്തെ കണ്ടെത്തിയിരിക്കുകയാണ്. വാഹനത്തിൻ്റെ നമ്പർ KL 26K 6299 KL 26K 6299 ഹോണ്ട സിറ്റി കാറാണ്. ഇപ്പോൾ കൊട്ടാരക്കര പോലീസ് സ്ഥലത്തെത്തിച്ചിട്ടുണ്ട്. എന്താണെന്ന് നമുക്ക് നാട്ടുകാർക്ക് ചോദിക്കാം. ശ്രദ്ധിച്ചില്ല. കാര്യം വെച്ചാൽ ഈ റൈറ്റ്സുകൾ വണ്ടി ഒതുക്കിയിട്ടേച്ച് ഇനി റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഒതുക്കിയാണോ എന്തൊന്നും ആർക്കും അറിയുന്നില്ലല്ലോ. പക്ഷെ ഇപ്പോഴാണ് ആളുകളെ ശ്രദ്ധിക്കുന്നതും സംശയം കൊണ്ട് പോലീസിനെ അറിയാം. അന്നേരം പുള്ളി ഇപ്പുറത്ത് കുഴഞ്ഞ് കിടക്കുന്ന രീതി തന്നെയാണ് കിടക്കുന്നത്. സാധനം ഡോർ തുറന്നു കിടക്കുകയാണെന്നായിരുന്നു ഒരു അറിവ് ഇവിടെ ആളുകൾ പറയുന്നത്. ഡെത്ത് കൺഫേമായി മരിച്ചു കിടക്കുന്ന അറിയാൻ പറ്റും. കാര്യം ഉച്ചമുതൽ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ എപ്പോഴും മരണം സംഭവിച്ചിട്ടുണ്ടാവും. ഉച്ചമുതൽ വണ്ടി കൊണ്ടുണ്ട്. അപ്പോൾ ആരും ശ്രദ്ധിക്കില്ല. കാര്യം വഴി വന്ന് കിടക്കുന്നത് എന്തെങ്കിലും ഒറ്റയ്ക്ക് ഉള്ളെന്ന് താനും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ആർക്കും ഒരു സംശയം ഇതിൻ്റെ കാര്യം ഒതുക്കി വണ്ടി ഇട്ടേച്ച് അദ്ദേഹം റെസ്റ്റ് എടുക്കുകയാണെന്നൊരു ധാരണയായിരിക്കും. പക്ഷേ ഇപ്പോൾ ഇതുവരെയും വണ്ടി എടുക്കാത്തതുകൊണ്ട് പോകാത്തതുകൊണ്ട് ആളൊരു സംശയം അത് നോക്കുമ്പോഴാണ് ഈ അവസ്ഥയിൽ കിടക്കുന്നത്. അപ്പം കാണുന്നത് ഒരു മരണപ്പെട്ട രീതിയിലാണ് ഇപ്പോൾ കാണുന്നത്. അദ്ദേഹം വണ്ടി ഓടിച്ചു വന്നതാണെങ്കിൽ അദ്ദേഹം ഇപ്പോൾ കിടക്കുന്ന ഇടത്തെ സൈഡിലാണ്, ഡ്രൈവിംഗ് സീറ്റിലല്ല. അപ്പോൾ നമ്മുടെ ഒരു അനുമാനം ചിന്തിക്കുന്ന ഒരു ഇതാ ഒരു പക്ഷേ ഏതെങ്കിലും രീതിയിൽ അറ്റാക്കിൻ്റെ ലക്ഷണങ്ങൾ കണ്ട് ഒരു പക്ഷേ വേദന സഹിക്കാൻ വയ്യാതെ ഇപ്പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി പുള്ളി ഇപ്പുറത്തോട്ട് മാറിയിരുന്നാണോ ഇല്ലയോ നമുക്കൊരു ചിന്ത. അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത. അല്ലെങ്കിൽ പിന്നെ മറ്റേ വണ്ടിക്കകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവണം. അതിന് ഈ പരിസരത്തുള്ള CCTV ക്യാമറ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്താലേ ഈ വണ്ടിക്കകത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നോ ഇല്ലയോ നമുക്കറിയാൻ പറ്റും. പുള്ളി ഇപ്പോൾ പറക്കോട്ട് തന്നെയാണ്. പിന്നെ അതിനടുത്ത് അങ്ങാടിക്ക് സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകനാണെന്നാണ് ഇപ്പം അതിൽ ഉള്ള ഒരു ഐഡന്റിറ്റി കാർഡ് മുഖേന നമുക്ക് അറിയാൻ പറ്റിയിട്ടുള്ളൂ. ഐഡന്റിറ്റി കാർഡിൽ കാണുന്ന വ്യക്തി തന്നെയാണോ ഇത്? അവനാണ് സാധ്യത. നമ്മൾ അങ്ങനെ കാര്യം പറയാൻ പറ്റില്ല. അവിടുത്തെ ഫോണിൽ അതിലുള്ള ഫോണിൽ അവരെ വിളിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. അവര് ചിലപ്പോൾ ഇപ്പോൾ ഉടനെ എത്തും. നടപടി ഫോറൻസിക്കുകാർ വരണമെന്നാണ് പോലീസിന്റെ ഭാഷ്യം. അവർ വന്നിട്ട് കാര്യം എന്താണ് സംഭവിച്ചത് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അവർ വന്ന് നോക്കിയതിന് ശേഷം കൊണ്ടുപോകുന്നുള്ള ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. അരമണിക്കൂറേ ഉള്ളൂ. ഇപ്പം ഞങ്ങളെല്ലാം ഇതുവഴി പാസ് ചെയ്ത് അങ്ങോട്ട് പോയത്. ഞാൻ ഇപ്പോൾ പൂട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്നത്. പോയിട്ട് ചെല്ലുമ്പോഴേ സംഭവം അന്നേരം നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മളിതിലേക്ക് പോകുമല്ലോ. ആരും അറിയുന്നില്ല. കാര്യം ആയിരക്കണക്കിന് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടല്ലേ. നമുക്കതിന് ശ്രദ്ധിക്കാൻ പറ്റില്ല. എത്രയോ വണ്ടി പാർക്ക് ചെയ്യുന്ന റോഡ് സൈഡിൽ അക്കൂട്ടത്തിൽ ഇതും പാർക്ക് ചെയ്തിരിക്കുന്ന രീതിയിലായിരിക്കും എല്ലാവരും ചിന്തിക്കുന്നത്. അതിദാരുണമായൊരു സംഭവമാണ് ഇപ്പോൾ MC റോഡിൽ കലയപുരം പെട്രോൾ പമ്പിൻ്റെ സമീപത്താണ് നടന്നിരിക്കുന്നത്. കാറിൽ ഒരാളെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. അദ്ദേഹം സ്കൂൾ അധ്യാപകനാണ് എന്നാണ് ഇപ്പോൾ പ്രാഥമികപരമായി ഇപ്പോൾ ഇവിടുന്ന് ലഭ്യമാകുന്ന വിവരം. എന്തായാലും കൊട്ടാരക്കര പോലീസ് ഇപ്പോൾ സ്ഥലത്തെത്തിച്ചേർന്ന് മേൽ നടപടികൾ സ്വീകരിക്കുന്നു. എന്തായാലും ഈ സംഭവം അറിഞ്ഞ് ഒരുപാട് നാട്ടുകാർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഉച്ച മുതൽ ഈ കാറ് ഇവിടെ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു. ഇദ്ദേഹം ഇപ്പുറത്തെ കോ ഡ്രൈവർ സീറ്റിൽ ചാരിക്കിടന്ന് ഉറങ്ങുന്ന രീതിയിലായിരുന്നു കാണപ്പെട്ടത്. സംശയത്തെ തുടർന്ന് നാട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് ഇദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെട്ട നിലയിൽ ആണ് ഇദ്ദേഹം കോ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്നതെന്ന് മനസ്സിലായി. തുടർന്ന് പോലീസിന് വിവരം അറിയിക്കുകയും പോലീസ് സ്ഥലത്ത് എത്തിച്ചേർന്ന് ഇപ്പോൾ ഡെത്ത് കൺഫേം ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ മേൽനടപടികൾക്കായുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഇദ്ദേഹത്തെ തിരിച്ചറിയുന്ന ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കളൊക്കെ വിവരം അറിയിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നാട്ടുകാരെ ഒരുപാട് ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ സംഭവം അറിഞ്ഞ് പോലീസ് മേൽനടപടികൾ സ്വീകരിക്കുകയാണ്. വാഹനത്തിലാരും തൊടാൻ പാടില്ല. കാര്യം ഒരാൾ വാഹനത്തിൽ മരണപ്പെട്ടിരിക്കുന്നൊരവസ്ഥയാണ്. അവരുടെ തുടർ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഫോറൻസിക് വിദഗ്ധരൊക്കെ എത്തിച്ചേർന്ന് അന്വേഷണത്തിന് നടത്തേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വാഹനത്തിലാരും തുടരലെന്ന് കർശനമായ നിർദ്ദേശമാണ് പോലീസ് ഇവിടെ നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ സംഭവം അറിഞ്ഞ് ഒരുപാട് നാട്ടുകാർ ഇവിടെ ഈ ഒരു കലയപുരം പെട്രോൾ പമ്പിന് സമീപത്ത് എത്തിച്ചേർന്നിരിക്കുന്ന ഹോണ്ട സിറ്റി കാറാണ്. അപ്പോൾ വാഹനത്തിൻ്റെ നമ്പർ നമ്മൾ കാണിച്ചതാണ്. ഒരിക്കൽ കൂടി ഒന്ന് കാണിക്കാം. KL 26K 6299 KL 26K 6299 ഹോണ്ട സിറ്റി കാറാണ്. അതിദാരുണമായ ഒരു സംഭവമാണ്. MC റോഡിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനത്തിൽ ഒരാൾ മരണപ്പെട്ട നിലയിൽ ഇരിക്കുന്നു എന്നുള്ള അതിദാരുണമായ ഒരു വാർത്തയാണ്. അപ്പോൾ എന്തായാലും പോലീസ് സ്ഥലത്തേക്ക് ചേർന്ന കാര്യം ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്ന ഒരു ഏരിയയാണ് ഇത്. കാര്യം നിരവധിയായ ആക്സിഡൻറ്റ് നടന്നിട്ടുള്ള ഏരിയയാണ് ഈ കലയപുരം. ഈ ഒരു പെട്രോൾ പമ്പിൻ്റെ സമീപം നിരവധി ആക്സിഡൻറ്റ് നടന്നിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ എന്തായാലും പോലീസ് ഇപ്പോൾ കൊട്ടാരക്കര പോലീസ് ഇപ്പോൾ സ്ഥലത്തെത്തിച്ചേർന്നത് അതിൻ്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും പോലീസ് ഡെത്ത് കൺഫേം ആക്കിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഉച്ച മുതൽ തന്നെ ഈ ഒരു ഹോണ്ട സിറ്റി കാറിൽ ഇത്തരത്തിൽ കോ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്ന ഒരു രീതിയിലാണ് കാണപ്പെട്ടിരിക്കുന്നത്. ഡെത്ത് കൺഫേം ആക്കിയിട്ടുണ്ട്. കാര്യം ഉച്ച മുതൽ തന്നെ ഇത്തരത്തിലൊരാൾ ഇങ്ങനെ ഇരിക്കണമെങ്കിൽ അതൊരു മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇദ്ദേഹത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം അടൂർ പറക്കോട് സ്വദേശിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. സ്കൂൾ അധ്യാപകനാണെന്നും പറയപ്പെടുന്നു. ബന്ധുക്കൾ വിവരം അറിയിച്ചിട്ടുണ്ട്. ബന്ധുക്കൾ ഇപ്പോൾ സ്ഥലത്തെത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. കൊട്ടാരക്കര പോലീസ് സ്ഥലത്തെത്തിച്ചേർന്ന് മേൽനടപടികൾ സ്വീകരിക്കുന്നു. ഈ ഒരു സംഭവം അറിഞ്ഞ് ഒട്ടനവധി നാട്ടുകാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. KL 26K 6299 ഹോണ്ട സിറ്റി കാറാണ്. അപ്പോൾ എന്തായാലും അതിദാരുണമായ ഒരു സംഭവമാണ് ഇപ്പോൾ MC റോഡിൽ കലയപുരം പെട്രോൾ പമ്പിൻ്റെ സമീപം നടന്നിരിക്കുന്നത്. കാരണം വളരെ ഒരു ആക്സിഡൻറ്റ് സ്പോട്ടാണ്. നിരവധി ആളുകൾ മരണപ്പെട്ട ഒരു സ്ഥലമാണ്. നിരവധി ആക്സിഡൻറ്റുകൾ ഉണ്ടായ ഒരു സ്ഥലമാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു കാറ് ഇങ്ങനെ വഴിയരികിൽ ഉച്ച മുതൽ ഇങ്ങനെ പാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ട് സംശയം തോന്നിയ നാട്ടുകാരിൽ ഒരാൾ നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ ഇദ്ദേഹം ഒരു മരണപ്പെട്ട നിലയിൽ ഇരിക്കുന്നതായി സംശയം തോന്നി. തുടർന്ന് കൊട്ടാരക്കര പോലീസിന് വിവരം അറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തി നടത്തിയ അന്വേഷണത്തിൽ ഇദ്ദേഹം മരിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ബന്ധുക്കളെ വിവരം അറിയിച്ചിട്ടുണ്ട്. ബന്ധുക്കൾ ഉടൻ തന്നെ ഇവിടെ എത്തിച്ചേരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അതിദാരുണമായ ഒരു സംഭവമാണ്. വഴിയരികിൽ പാർക്ക് ചെയ്ത കാറിൽ ഒരാൾ മരിച്ചിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം അധ്യാപകനാണ്, പറക്കോട് സ്വദേശിയാണെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ഈ സംഭവം അറിഞ്ഞ് ഒരുപാട് ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. നാട്ടുകാരത്തൊക്കെ നമുക്ക് ചോദിച്ചറിയാം. അതെ, ഞങ്ങളിവിടെ സ്പോട്ടിലുണ്ട്. ഇവിടെ കൊണ്ടുപോയില്ല. ഇദ്ദേഹത്തെ തിരിച്ചറിയുന്ന ആളുകൾ ആരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പക്ഷേ ഈ കാറിനകത്ത് വേറെ ആരെയും ഈ കാറിനകത്ത് വേറെ ആരുമില്ല. ഈ ഒരു ഡ്രൈവർ ഇദ്ദേഹം മാത്രമാണുള്ളത്. ഇദ്ദേഹം ഒറ്റയ്ക്കാണോ യാത്ര ചെയ്തത്, കൂടെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള തുടങ്ങിയ വിവരങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പോലീസ് അന്വേഷണത്തിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഈ ഒരു വാഹനത്തിൽ ആരും ടച്ച് ചെയ്യില്ലെന്ന് കർശന നിർദ്ദേശം പോലീസ് നൽകിയിരിക്കുകയാണ്. കാര്യം ഫോറൻസിക് വിദഗ്ധരെത്തി വിരലടയാളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പോലീസ് കർശനമായ നിർദ്ദേശമാണ് നൽകുന്നത്. വാഹനത്തിൽ ആരും തന്നെ തുടരല് എന്ന് വളരെ കർശനമായ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഉച്ച മുതൽ ഈ ഒരു വാഹനം ഇവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. അങ്ങാടിക്കൽ സ്കൂളിലെ അധ്യാപകനാണ് എന്ന് ചിലർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഉച്ച മുതൽ ഇരുന്നിട്ട് ആരും ശ്രദ്ധിച്ചില്ല. കാര്യം MC റോഡല്ലോ, തിരക്കുള്ള റോഡാണ്. പതിനായിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു വന്ന റോഡിൽ ഇത്തരത്തിലൊരു വാഹനം നിർത്തി ഇടുമ്പോൾ ആരും ശ്രദ്ധിക്കാറില്ല.
പക്ഷേ ഒരുപാട് സമയമായതിൻ്റെ പേരിൽ ആളുകൾ നാട്ടുകാർ ഈ പെട്രോൾ പമ്പിൽ ജീവനക്കാർക്ക് സംശയം പ്രകടിപ്പിച്ച് നോക്കിയപ്പോഴാണ് അപ്പോൾ ഇത്തരത്തിൽ ഒരാൾ മരിച്ചിരിക്കുന്ന നിലയിൽ അദ്ദേഹത്തെ കാണുന്നത്. കാര്യം ഡ്രൈവർ സീറ്റിലല്ല, തൊട്ടിപ്പുറത്തെ സീറ്റിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. ഇനി ഹാർട്ട് അറ്റാക്ക് ആണോ അത്തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണത്തിൽ മാത്രമേ എന്തായാലും മനസ്സിലാവുകയുള്ളൂ. കൊട്ടാരക്കര പോലീസ് ഇപ്പോൾ സ്ഥലത്തെത്തി നടപടിക്രമങ്ങൾ ആരംഭിച്ചു. വാഹനത്തിൽ ആരും ടച്ച് ചെയ്യില്ലെന്നുള്ള കർശനമായ നിർദ്ദേശം പോലീസ് നൽകിയിരിക്കുകയാണ്. കാര്യം വിരലടയാള വിദഗ്ധരൊക്കെ എത്തിച്ചേർന്ന് ഫോറൻസിക് വിദഗ്ധരൊക്കെ എത്തിച്ചേർന്ന് പരിശോധനകൾ നടത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു വാഹനത്തിൽ ആരും ടച്ച് ചെയ്യില്ലെന്നുള്ളൊരു കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സംഭവം അറിഞ്ഞ് ഒരുപാട് നാട്ടുകാർ ഈ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ആളുകളൊക്കെ തന്നെ ഇപ്പോൾ ഈ ഒരു വാർത്ത അറിഞ്ഞ് ഞെട്ടലോടെ കാണുകയാണ്. കാര്യം ഇദ്ദേഹം അടൂർ പറക്കോട് സ്വദേശിയാണ്, സ്കൂൾ അധ്യാപകനാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. വാഹന നമ്പർ KL26K 6299 ഹോണ്ട സിറ്റി കാറാണ്. അപ്പോൾ എന്തായാലും നമ്മൾ മനസ്സിലാക്കുന്നത് ബന്ധുക്കൾ വിവരം അറിയിച്ചിട്ടുണ്ട്. ബന്ധുക്കൾ ഇപ്പോൾ സ്ഥലത്തെത്തിച്ചേരുമെന്നൊക്കെയാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ MC റോഡിൽ കലയപുരം പെട്രോൾ പമ്പിന് മുമ്പിൽ സംഭവിച്ചിരിക്കുന്നത്. നിർത്തിയിട്ടിരുന്ന കാറിൽ ഒരധ്യാപകനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പെട്രോൾ പമ്പിലെ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിക്കും. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് വരും നിമിഷങ്ങളിൽ നമുക്ക് മനസ്സിലാകും. എന്നാലും വളരെ ഒരു ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇദ്ദേഹത്തെ അറിയാവുന്ന ആളുകൾക്കാണ്. അധ്യാപകനൊക്കെ ആകുമ്പോൾ ഒരുപാട് ആളുകൾക്ക് അറിയാവുന്ന ആളായിരിക്കും. കാർ ലോക്കാണോ? ഇല്ല. കലയപുരം പെട്രോൾ പമ്പിന് മുമ്പിലാണ് ഇത്തരത്തിൽ നിർത്തിയിട്ടിരിക്കുന്ന ഹോണ്ട സിറ്റി കാറിൽ ഒരാളെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. നാട്ടുകാർ വിവരമറിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തുകയും തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ഡെത്ത് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഉച്ച മുതൽ ഈ ഒരു കാറ് ഈ ഒരു പെട്രോൾ പമ്പിന് ഓപ്പോസിറ്റായി നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. കോ ഡ്രൈവർ സീറ്റിലാണ് ഇദ്ദേഹം ഇപ്പോൾ ഇത്തരത്തിൽ മരിച്ച നിലയിൽ ഇരിക്കുന്നതായി കാണപ്പെട്ടിരിക്കുന്നത്. കൂടെ ആരെങ്കിലും വാഹനത്തിൽ ഉണ്ടായിരുന്നോ, ഡ്രൈവർ ഉണ്ടായിരുന്നോ, മറ്റു കാര്യങ്ങളൊക്കെ തന്നെ വിശദമായ അന്വേഷണത്തിൽ മാത്രമേ പുറത്തു വരികയുള്ളൂ. പോലീസ് എത്തി മേൽനടപടികൾ സ്വീകരിക്കുന്നു. ഫോറൻസിക് വിദഗ്ധർ, അതായത് വിരലടയാള വിദഗ്ധരൊക്കെ എത്തിച്ചേർന്ന് നടത്തുന്ന വിശദമായ അന്വേഷണത്തിൽ മാത്രമേ മറ്റു വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. ഇദ്ദേഹം അടൂർ പറക്കോട് സ്വദേശിയാണെന്നും ഒരു അധ്യാപകനാണെന്നും ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പോലീസ് ബന്ധുക്കൾ വിവരം അറിയിച്ചിട്ടുണ്ട്. ബന്ധുക്കൾ ഉടനെ ഇപ്പോൾ സ്ഥലത്തെത്തിച്ചേരും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവമാണ്. ഒരു കാറിനുള്ളിൽ നിർത്തിയിട്ടിരിക്കുന്ന ഒരു കാറിനുള്ളിൽ ഒരാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് വളരെ ദൗർഭാഗ്യകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ ഈ ഒരു MC റോഡിൽ നമ്മളെ കലയപുരം ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിൻ്റെ മുമ്പിൽ നിന്നും വരുന്നത്. അദ്ദേഹത്തെ നമുക്ക് കാണാം. അദ്ദേഹത്തെ പരിചയമുള്ള ആളുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എത്ര വയസ്സ് പ്രായം വരും ഏകദേശം? നമസ്കാരം. ഏകദേശം എത്ര വയസ്സ് പ്രായം വരും? ID കാർഡ്, അതിലൊരു ഒരു ID കാർഡ് നമുക്കത് കാണാം. വണ്ടിയിലും തൊടല്ലേ? ഇല്ല 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 ഇല്ല.
തുടർന്ന് മണികണ്ഠൻ ആർ എന്നാണ് ID കാർഡിൽ കാണുന്നത്. മണികണ്ഠൻ ആർ. മണികണ്ഠൻ ആർ എന്നാണ്. ഗവൺമെൻറ് ടീച്ചറല്ലേ? ഗവൺമെൻറ് ഇതാണല്ലോ, ID കാർഡാണല്ലോ. ആരും ഒരു വാഹനത്തിൽ ദൈവത്തെ ടച്ച് ചെയ്യല്. കാര്യം ആരും വാഹനത്തിൽ ടച്ച് ചെയ്യരുത്. കാര്യം ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ആപ്പാടുള്ളൊരു കച്ചിത്തിരുമ്പെന്ന് പറഞ്ഞാൽ ഈ ഡോറിന്റെ ലോക്കാണ്. ഈ ലോക്കിലെ ഫിംഗർ പ്രിന്റിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതുകൊണ്ടാണ് വളരെ ഗൗരവമായി പോലീസ് ഈ വിഷയത്തെ കാണുന്നത്. കാര്യം വാഹനത്തിൽ ആരും ടച്ച് ചെയ്യലെന്നുള്ള ഒരു കർശനമായ നിർദ്ദേശം പോലീസ് നൽകിയിരിക്കുകയാണ്. കാര്യം ഈ ഡോറിൽ നിന്നുള്ള ഫിംഗർ പ്രിന്റ് അന്വേഷണത്തിന് ഏറ്റവും കൂടുതൽ സഹായിക്കുമെന്നുള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു കരുതൽ പോലീസ് എടുക്കുന്നത്. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ID കാർഡ് മനസ്സിലാക്കുമ്പോൾ മണികണ്ഠൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്നും, മണികണ്ഠൻ ആർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്നും, ഇദ്ദേഹം ഒരു ഗവൺമെൻറ് സ്കൂൾ അധ്യാപകനാണെന്നും പറക്കോട് സ്വദേശിയാണെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നാലും പോലീസ് ബന്ധുക്കളെ വിവരം അറിയിച്ചിട്ടുണ്ട്. ബന്ധുക്കൾ സ്ഥലത്ത് എത്തിച്ചേർന്നാൽ ഉടൻ തന്നെ മറ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കും. ഇതൊരു MC റോഡിൽ കലയപുരം പെട്രോൾ പമ്പിന് സമീപമായിട്ടാണ് ഇത്തരത്തിൽ ഉച്ച മുതൽ ഒരു ഹോണ്ട സിറ്റി കാർ നിർത്തിയിട്ടിരിക്കുന്നത് നാട്ടുകാരിൽ ചിലരുടെ ശ്രദ്ധയിൽപ്പെടുകയും തുടർന്ന് അവർ നടത്തിയ അന്വേഷണത്തിൽ ഒരാൾ മണിക്കൂറുകളായി കോ ഡ്രൈവർ സീറ്റിൽ ഇങ്ങനെ ഉറങ്ങുന്ന രീതിയിൽ ഇരിക്കുന്നതായി കാണപ്പെടുകയും തുടർന്ന് പോലീസിന് വിവരം അറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തി നടത്തിയ വിശദമായ അന്വേഷണത്തിൽ അദ്ദേഹം മരിച്ചിരിക്കുകയാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. എന്തായാലും ബന്ധുക്കളെ വിവരം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബന്ധുക്കൾക്ക് വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പാണ്. ഈ വിവരം അറിഞ്ഞ് ഒരുപാട് നാട്ടുകാർ, യാത്രക്കാരൊക്കെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് ഓടിയെത്തുകയാണ്. പോലീസിൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിൽ ആരെങ്കിലും ടച്ച് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഒരു അന്വേഷണത്തെ ഇത് വളരെ കാര്യമായി ബാധിക്കും. കാര്യം അവർക്ക് ആപ്പാടുള്ളൊരു കച്ചിത്തുരുമ്പെന്ന് പറയുന്നത് ഈ ഒരു ഫിംഗർ പ്രിൻ്റാണ്. അത് ഈ ഡോറ് തുറന്ന ഇദ്ദേഹത്തിൻ്റെ ഒരു ഫിംഗർ പ്രിൻ്റ് മാത്രമാണോ അതിൽ പെട്ടിരിക്കുന്നത്, വേറെ ആരെങ്കിലും ആ ഡോറിൽ കയറി പിടിച്ചിട്ടുണ്ടോ എന്നുള്ള തുടങ്ങിയ കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ കൂടെ ആരെങ്കിലും യാത്ര ചെയ്തിട്ടുണ്ടോ, ഡ്രൈവർ ഉണ്ടായിരുന്ന മറ്റു കാര്യങ്ങളിലേക്ക് പോലീസിന് എത്താൻ സാധിക്കും. പക്ഷേ ഫിംഗർ പ്രിൻ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് പോലീസിൻ്റെ അന്വേഷണത്തെ വളരെ ഏറെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ വാഹനത്തിൽ ആരും തുടരില്ലെന്നുള്ളൊരു കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുന്നു. എന്നാലും ഫിംഗർ പ്രിൻ്റ് വിദഗ്ധരെത്തി ഈ ഒരു വിരലടയാളം ശേഖരിച്ചതിന് ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോലീസിന് കടക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്നുള്ളതുകൊണ്ട് തന്നെ ഹോണ്ട സിറ്റി കാറാണ്. അതെല്ലാം പുറത്തുനിന്നുള്ള ഒഴിച്ച എന്നിട്ട് ഗ്ലാസ് പൊക്കിയും ചെയ്ത് ബാക്കിയും അങ്ങനെ എഴുതിയതാണ്. അത് ഒന്നല്ലേ ഉള്ളൂ, മറ്റേത് കണ്ടില്ലല്ലോ. ബ്ലോക്ക് പഞ്ചായത്ത് നമ്പർ നിങ്ങൾ അങ്ങനല്ല, നിങ്ങൾ പറ്റുന്ന നിരന്ന സ്ട്രീറ്റിലേക്ക് റോഡ് കുറയ്ക്കണമെന്നില്ല. കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാത്തവരാണെങ്കിൽ പിന്നെ അങ്ങനെ നിൽക്കട്ടെ, അത് ചെയ്യുന്നത് കഷ്ടമാണ്. അണ്ണാ വണ്ടി ടച്ച് ചെയ്യല്ലേ, വണ്ടി ടച്ച് ചെയ്യല്ലേ. ബന്ധുക്കൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ബന്ധുക്കൾ ഇപ്പോൾ സ്ഥലത്തെത്തിച്ചേർന്നിട്ടുണ്ട്. ഹലോ
ഡ്രൈവർ ഉണ്ടായിരുന്നു, ഇന്നൊരു ഡ്രൈവർ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ലെഫ്റ്റ് ഇരിക്കുന്നത് വിളിച്ചിട്ട് ആരാണ് എന്നെ വന്നതിന് ശേഷം വണ്ടി തുറന്നു വീട്ടിൽ നിന്ന് ആരാ വന്നതെന്ന് സ്വന്തം വണ്ടിയല്ലേ? എൻ്റെ പേര് അലാവുദ്ദീൻ, ഞാൻ അവിടുത്തെ മുനിസിപ്പൽ കൗൺസിലറാണ്. എൻ്റെ വാർഡാണ്. ഹയർ സെക്കൻഡറി അധ്യാപകനാണ് കൊടുമൺ അങ്ങാടിക്കൽ സ്കൂളിൽ. കൊടുമൺ അങ്ങാടിക്കൽ സ്കൂളിലെ ഹയർ സെക്കൻഡറി അധ്യാപകനാണ് മണികണ്ഠൻ ആർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അവിടുത്തെ വാർഡ് കൗൺസിലർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം ആളെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ആരാണ് കൂടെ ഉള്ളായിരുന്നു എന്നുള്ളത് അറിയാൻ പറ്റും. ഇല്ലില്ല, അങ്ങനെയല്ല. പുള്ളി തന്നെ ആരോ ഇന്ന് ഒരാൾ ഉണ്ടായിരുന്നു എന്ന് അറിയാൻ പറ്റും. ആ ബന്ധുക്കളുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യ്, ദയവേത് വാഹനത്തിൽ ഇന്ന് ഡ്രൈവർ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കൗൺസിലർ പറഞ്ഞത് ഒരു ഡ്രൈവർ ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ കൺഫേം അല്ല. ഓക്കെ അതെ അതെ കൺഫേംഡ് അല്ല. ഈ സംഭവം കൺഫേംഡ് അല്ല. സാറിന് അദ്ദേഹം ഒറ്റയ്ക്ക് വാഹനം ഓടിക്കുന്നതാണ്. ഓക്കെ യെസ് യെസ്. ഹലോ, കൗൺസിലറുടെ സംശയം പ്രകടിപ്പിച്ചതാണ്. അത് കൺഫേംഡ് അല്ല. ഞാൻ ഈ പറഞ്ഞ കാര്യം ഡ്രൈവർ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം പ്രകടിപ്പിച്ചതാണ്. സാധാരണ അദ്ദേഹം ഒറ്റയ്ക്ക് വാഹനം ഓടിക്കുന്നതാണ്. ഇന്നൊരു ഡ്രൈവർ ഉണ്ടായിരുന്നതായി സംശയിക്കുന്നതായി കൗൺസിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് സ്ഥിരീകരിക്കുന്ന ഒരു വാർത്തയല്ല. അതെ അതെ അറിയത്തില്ല കാരണം എനിക്കാണ് ചിലപ്പോൾ ബോർഡിലുണ്ട്. ആ ആ ആ ആ ഓ ഓക്കെ ഓക്കെ. ഹലോ, ആ മേലെ മണികണ്ഠൻ. ആ ഞാനിവിടെ ഉണ്ട്. ആ പിന്നെ ഞാൻ ഉണ്ട്. ഫോൺ ചെയ്ത് ആ 7 ആ എന്നാ എൻ്റെ വാർഡിൽ ഒരു ഹയർ സെക്കൻഡറി അധ്യാപകനാണ്. കുളക്കട. ആശീർവാദം സാറേ.
കൊല്ലും ഞാൻ. അതെ അതെ അടിക്കും ഫുൾ അടിക്കും. എന്തെങ്കിലും ഇനി ഒന്ന് മാറി നിൽക്കണം. നിങ്ങൾ ഒന്ന് ഓ അത് നമുക്ക് വെരിഫൈ ചെയ്യണമല്ലോ. ഇതിന്റെ കൂടെ വേറെ ആരാ വന്നേ? എൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുവാണ്. ബന്ധുവാണോ? വിശദമായ അന്വേഷണത്തിലെ മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഒന്നും തന്നെ പറയാൻ സാധിക്കുകയില്ല. ഇപ്പോൾ ഡ്രൈവർ ഉണ്ടായിരുന്നോ ഇല്ലെന്ന് ചോദിച്ചാൽ പിന്നെ കൗൺസിലർ പറഞ്ഞത് ഇദ്ദേഹം ഒറ്റയ്ക്കാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഇന്നൊരു ഡ്രൈവർ ഉണ്ടായിരുന്നതായി സംശയിക്കുന്നതായി പറഞ്ഞു. സ്ഥിരീകരിച്ച വാർത്തയല്ല, അത് കൺഫേം ആയിട്ടില്ല. എന്തായാലും വിശദമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇദ്ദേഹം ഡ്രൈവർ സീറ്റിലല്ല ഇരിക്കുന്നത്, കോ ഡ്രൈവർ സീറ്റിലാണ് ഇരുന്ന് മരിച്ച നിലയിൽ ഇരിക്കുന്നതായി കാണപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്തെങ്കിലും ദുരൂഹതയുണ്ടോ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ വിശദമായ പോലീസ് അന്വേഷണത്തിൽ മാത്രമേ ബോധ്യമാവുകയുള്ളൂ. ഹോണ്ട സിറ്റി കാറാണ്. ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കൊടുമൺ അങ്ങാടിക്കൽ കൊടുമൺ അങ്ങാടിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി അധ്യാപകനാണ് ഇദ്ദേഹമെന്ന് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവിടുത്തെ വാർഡ് കൗൺസിലർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ബന്ധുക്കളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ബാക്കി മേൽനടപടികൾ ഉടൻ സ്വീകരിക്കും. ഉച്ച മുതൽ ഈ ഒരു കാർ ഈ ഒരു പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റായിട്ട് MC റോഡിൽ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു. തുടർന്ന് നാട്ടുകാരിൽ ചിലർക്ക് സംശയം തോന്നുകയും തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് അദ്ദേഹം കോ ഡ്രൈവർ സീറ്റിൽ മരിച്ച നിലയിലാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കുകയും തുടർന്ന് ബന്ധുക്കളേക്ക് വിവരം അറിയിച്ച് ബന്ധുക്കൾ ഇവിടെ എത്തിച്ചേർന്നു. സംഭവം അറിഞ്ഞ് അനവധി നാട്ടുകാർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്തായാലും വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഇപ്പോൾ MC റോഡിൽ സംഭവിച്ചിരിക്കുന്നത്. ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരെ നിർത്തിയിട്ടിരിക്കുന്ന കാറിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്ന അതിദുഃഖകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. R മണികണ്ഠൻ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ID കാർഡ് കാറിൽ തൂക്കിയിട്ടുണ്ട്. ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനാണ്. ID കാർഡ് വാഹനത്തിൽ തന്നെ തൂക്കിയിട്ടിരിക്കുന്നു. എന്തായാലും ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഇപ്പോൾ ഈ ഒരു MC റോഡിൽ നമ്മളെ കലയപുരം പെട്രോൾ പമ്പിന് ഓപ്പോസിറ്റായി നടന്നിരിക്കുന്നത്. ഹലോ അതെ അടൂർ പറക്കോട് സ്വദേശിയായ മണികണ്ഠൻ ആർ എന്ന അധ്യാപകനാണ്, ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനാണ് ഇപ്പോൾ നിർത്തിയിട്ടിരിക്കുന്ന കാറിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. KL 26K 6299 KL 26K 6299 ഹോണ്ട സിറ്റി കാറാണ്. ഈ കാറിലാണ് ഒരു അധ്യാപകനെ, ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനെ നിർത്തിയിട്ടിരിക്കുന്ന കാറിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. സ്റ്റേഷനിലോട്ട് പോയിട്ട്
സാറേ ഞാനും പുറകെ വരാം. എടാ മോനെ എടാ ഇതങ്ങ് ഓഫ് ചെയ്യടാ എടാ അത് ഓഫ് അടി ഓടിയ വീട്ടുകാരനെ എനിക്കും അറിയാം. എന്തോ ഹലോ, അങ്ങനെ ഇങ്ങോട്ട് വന്നപ്പോഴും അദ്ദേഹം മനസ്സിലായില്ലേ? അത്രയും നേരം വെയിറ്റ് ചെയ്യുന്നില്ല. ബന്ധുക്കൾ വരട്ടെ, വരട്ടെ. അല്ല മോനെ മോനെ അയാളെ കൊല്ലത്തേക്കോ ഇവിടെ ഉണ്ട്, ഹോട്ടലുണ്ട്. ഇതിന് കിട്ടുന്നില്ല. ഇല്ല, നോക്കി അറിയാം അധ്യാപന ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപന അടൂര് പറക്കോട്. തൊടല്ലേ? അരി കണ്ട് മണികണ്ഠനാർ. സെക്ഷൻ എടുത്തോ? നമുക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലോട്ട് പോകാം. അദ്ദേഹത്തിന് ഇതിൽ ജ്യേഷ്ഠനോട് ഇങ്ങനെ സ്വഭാവം ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഇതെടു. അല്ല, ആംബുലൻസിനെ തിരിച്ചുകൊണ്ട് വരാൻ മതി. ആംബുലൻസ് തിരിച്ചുകൂടെ കൊണ്ടുവിട്ടോ? ഹോസ്പിറ്റലിൽ ഇതുണ്ടല്ലോ, അറിയാൻ പറ്റത്തില്ല.
ഇങ്ങനെ ഇരുന്ന് നമുക്ക് സ്വഭാവം ഉണ്ടല്ലേ? അമിതമായിട്ട് മദ്യപിച്ച് കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. ഇത് പറയാൻ പറ്റത്തില്ല. അൺകോൺഷ്യസ് ആയി നമുക്കറിയാൻ പറ്റത്തില്ല. അൺകോൺഷ്യസ് ആണെങ്കിൽ അറിയാൻ പറ്റില്ല. കാറിലാരും തുടരുത് കേട്ടോ. ഇവിടെ കാട് നമ്മൾ പോയിട്ട് പിന്നെ ഒന്ന് നോക്കാനാണ് വണ്ടി പേപ്പർ എന്തെങ്കിലും സാധനമുണ്ടോ? തുണിയോ പേപ്പർ എന്തെങ്കിലും ഓപ്പൺ ചെയ്യാൻ പറ്റും. എന്തായാലും ആംബുലൻസ് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ആംബുലൻസിന് അദ്ദേഹത്തെ അങ്ങോട്ട് മാറ്റാൻ പോവുകയാണ്. ഡെത്ത് കൺഫേം ആയിട്ടില്ല. ബന്ധുക്കൾ ഒരു സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇടത് സൈഡിലാണ്. ഗ്ലൗസ് ഉണ്ടോ? ഗ്ലൗസ് എന്തെങ്കിലും ഉണ്ടോ? ഗ്ലൗസ് ഉണ്ടെങ്കിൽ ഗ്ലൗസ് എടുക്കണേ. അല്ല വേറെ ഏതെങ്കിലും വണ്ടിയിൽ ടിഷ്യൂ പേപ്പർ ഒന്നും കുഴപ്പമില്ല. ബന്ധുക്കളൊക്കെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആരും വണ്ടി തുടരുത്. ബാക്കിയുള്ളത് വണ്ടി മാറിയില്ല കേട്ടോ. വണ്ടിയിൽ നിന്ന് മാറിയില്ലേ കേട്ടോ. പറക്കോളി എപ്പം മുതൽ അവിടെ അപ്പുറ സൈഡോടാ കേട്ടോ. ഫോട്ടോ കാണിക്കാൻ പരിമിതി ഉള്ളതുകൊണ്ട് ഒരു വാളത്തുള്ളവർ അവരുടെ ചിറ്റപ്പൻ അറിയാമല്ലേ? നിങ്ങൾക്കറിയാമോ? അവരൊക്കെ എൻ്റെ വീട്ടുകാരാണ്. ഹലോ അതാ അയ്യപ്പൻ്റെ അത് മരിച്ചാണ്. നമ്മുടെ അയ്യപ്പൻ്റെ ചുറ്റപ്പം ആ നമ്മുടെ അയ്യപ്പനുടെയാണ് ചുറ്റപ്പൻ. അവരുടെ ചുറ്റപ്പൻ അറിയത്തില്ല. ആരെയും ബോധം ആരാണോ? ഇവിടെ പിടിക്കാൻ പറ്റുന്നെങ്കിൽ പുറോട്ട് മാറി. പിടിക്കുന്നില്ലെങ്കിൽ പുറോട്ട് ഡ്രൈവർ ഷോട്ട് ഒരാൾ തല അവിടെ കാറ് ബെറിയിലോട്ട് ഇറങ്ങത്തക്ക നമ്മളൊരാൾ ഇറങ്ങത്തല്ലേ അതുപോലെ അടയ്ക്കാൻ പറ്റത്തില്ല. പൊറോട്ട് പിടിച്ചാലും അടയ്ക്കാൻ പറ്റില്ല. പതുക്കെ
ഈ എടുത്ത വണ്ടി ലോക്ക് ചെയ്യണം. നിങ്ങൾ ഇവിടെ എടുക്കാം, നിങ്ങൾ സമയപ്പെട്ടത് ഇവിടെ ഒന്ന് മാറിയിക്കണേ. സെന്ററിലുണ്ട്, സെന്ററിലുണ്ട്. ബാക്ക് ഡോർ അടഞ്ഞിട്ടില്ല കേട്ടോ ശ്രീരാജേ. ശ്രീരാജേ, ബാക്ക് ഡോർ അടഞ്ഞിട്ടില്ല. ലോക്ക് ചെയ്യുമ്പോൾ ലോക്കാവില്ല. ലാൻഡ് എവിടെ ഉണ്ട്? ആംബുലൻസ് ഉണ്ട്. സ്ട്രെച്ചറിങ് എടുത്താലേ പറ്റുള്ളൂ. നിങ്ങളൊന്ന് മാറി, ഇവിടെ നിന്ന് മാറി കൊടുക്കാൻ പറ്റും. ഒന്ന് മാറിയാ അങ്ങോട്ട് മാറി, അങ്ങോട്ട് മാറി, അങ്ങോട്ട് മാറി. തിരിഞ്ഞു കയറണേ, തിരിഞ്ഞു കയറണേ. ഒരാൾ കൂടെ കയറും, ഒരാൾ കൂടെ കയറും. ബാക്കിയുള്ളവർ അവരുടെ ബന്ധുക്കൾ ബാക്കിയുള്ളവർ കാറിലോ. ഹോസ്പിറ്റലിലോട്ട് ആദ്യം ഹോസ്പിറ്റലിലോട്ട് പോവാ. ആദ്യം ഹോസ്പിറ്റലിലോട്ട് പോവാ. അതെ, മറ്റേ ഡ്രൈവർ കയറിയില്ലേ? മാർച്ച് 13 അങ്ങനെ 3 ദിവസം അപ്പൊ അതിലെല്ലാം ഡ്രൈവറുണ്ട്. വളരെ നിർഭാഗ്യകരമായ സംഭവമാണ് ഇപ്പോൾ MC റോഡിൽ കലയപുരം പെട്രോൾ പമ്പിൻ്റെ മുൻവശത്തായിട്ട് നടന്നിരിക്കുന്നത്. നിർത്തിയിട്ടിരുന്ന ഹോണ്ട സിറ്റി കാറിൽ ഒരാളെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. KL26 K6299 ഹോണ്ട സിറ്റി കാറാണ്. ഇവിടെ ഉച്ച മുതൽ തന്നെ ഈ ഒരു കാറ് ഇവിടെ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു. തുടർന്ന് സംശയം തോന്നിയ നാട്ടുകാർ പോലീസിനൊക്കെ വിവരം അറിയിച്ചു. അവർ നടത്തിയ അന്വേഷണത്തിലാണ് അദ്ദേഹം കോ ഡ്രൈവർ സീറ്റിൽ ഇപ്പോൾ അത്തരത്തിൽ ഒരു മരിച്ച നിലയിൽ ഇരിക്കുന്നതായി കണ്ടെത്തിയത്. തുടർന്ന് ബന്ധുക്കളൊക്കെ വിവരം അറിയിച്ചു. ബന്ധുക്കളും വാർഡ് കൗൺസിലറൊക്കെ എത്തിച്ചേർന്ന് ആളെ തിരിച്ചറിഞ്ഞു. ഇദ്ദേഹം അടൂർ അങ്ങാടിക്കൽ സ്കൂളിലെ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനാണെന്നാണ് മനസ്സിലാക്കുന്നത്. മണികണ്ഠൻ ആണെന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ എന്തായാലും ബന്ധുക്കളൊക്കെ എത്തിച്ചേർന്ന് ഇദ്ദേഹത്തെ ഇപ്പോൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് ആംബുലൻസിൽ കൊണ്ടുപോയിരിക്കുകയാണ്. എന്തായാലും മേൽനടപടികൾ ഉടൻ സ്വീകരിക്കും. പോലീസ് സ്വീകരിച്ചു തുടങ്ങി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഫോറൻസിക് വിദഗ്ധരൊക്കെ എത്തി വിരലടയാളൊക്കെ ശേഖരിച്ചാൽ മാത്രമേ ഇദ്ദേഹത്തിന് കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ, ഡ്രൈവർ ഉണ്ടായിരുന്നോ, മറ്റു കാര്യങ്ങളൊന്നും കൺഫേം ആയിട്ടില്ല. സ്ഥിരീകരിക്കാത്ത വാർത്തകൾ പലതും പുറത്തു വരുന്നുണ്ട്. എന്തായാലും വിശദമായ അന്വേഷണത്തിൽ തുടർ നടപടികളിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ വെളിച്ചത്ത് വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റൊരു SI അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തി അതിൻ്റെ ആ ഒരു കൃത്യമായ കാര്യങ്ങൾ തിരക്കുന്ന എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് ഇതുവരെ മനസ്സിലാക്കാൻ. എന്തായാലും ഈ സംഭവം പറഞ്ഞ് ഒട്ടേറെ നാട്ടുകാർ യാത്രക്കാരൊക്കെ തന്നെ ഈ ഒരു ഭാഗത്ത് ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനാണ് അദ്ദേഹം എന്നാണ് ഇപ്പോൾ മണികണ്ഠൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അങ്ങാടിക്കൽ സ്കൂളാണ്. അങ്ങാടിക്കൽ സ്കൂൾ അതന്നെ. അങ്ങാടിക്കൽ സ്കൂളിലെ ഹയർ സെക്കൻഡറി അധ്യാപകനാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. ഹെഡ്ലൈറ്റിലുള്ളൊരു തേങ്ങയില്ല. കാരണം പോകുന്നു ഒരു ഭയങ്കര ഒരു ഭീമാകരമായ ഹെഡ്ലൈറ്റിലുള്ളൊരു തേങ്ങയില്ല. ഇവനെയൊക്കെ പിടിച്ച് വെച്ചടിക്കാതെ.
രാജീവിന്റെ ഭാര്യയുടെ വലിയ മോളല്ലേ തന്നെ വിളിച്ചത്. നിങ്ങൾ അറിയാനാളേ അറിയാനാളാ ആശീർ കേർ സാർ എന്ന് ഡ്യൂട്ടി കയറുന്ന നല്ല പ്രശ്നങ്ങളെ സാറ് ഡ്യൂട്ടി കയറുന്ന ദിവസങ്ങളെല്ലാം പ്രശ്നങ്ങളുണ്ട്, നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നില്ലേ? അയ്യുണ്ട്. ഞാൻ മാറ്റിക്കാം. ഒന്നടക്കം ഇതിന്റെ വ്യക്തമായ അല്ലെങ്കിൽ ഇതിന്റെ കൃത്യമായ നിജസ്ഥിതികൾ വരും മണിക്കൂറുകൾ മാത്രമേ പുറത്തു കൗൺസിലാണോ ഇത് അറിയാനാളോ അല്ലേ? ആ കടക്കോട്ടുള്ള അധ്യാപകനാണ്, മെഡിക്കൽ സ്കൂളിലെ അധ്യാപകനാണ്. ഇവിടെ വന്ന് അന്വേഷിച്ച് മനസ്സിലാക്കിയതാണ്. ഓക്കെ. അവരുടെ കൂടെ അവിടുത്തെ കൗൺസിലർ വന്നിട്ടുള്ളത്. പുള്ളിക്കാരൻ ഈ അഡ്രസ്സ് അതിൽ കിടക്കുന്ന ID കാർഡിലുള്ള അഡ്രസ്സ് ക്ലിയർ ആണ്. അവർ അത് പറഞ്ഞിട്ടുണ്ട്. ആളുടെ പേരും എല്ലാം അത് കൃത്യമാണ്. ബാക്കിയെല്ലാം പോലീസിന്റെ അന്വേഷണത്തിലല്ലേ കാര്യങ്ങൾ പുറത്തു വരും. എന്തെങ്കിലും സംശയം അടുത്ത CCTV ഡെത്ത് കൺഫേം ആയിട്ടുണ്ടോ? ഡെത്ത് കൺഫേം ആണ്. കാണാൻ പറയില്ലേ? കയ്യൊക്കെ അങ്ങ് മരിച്ച് അങ്ങനെ ഇതായി പോയില്ലേ? എന്തായാലും വളരെ ദൗർഭാഗ്യകരമായൊരു സംഭവമാണ് MC റോഡിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഒരു അധ്യാപകൻ നിർത്തിയിട്ടിരുന്ന കാറിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടിരിക്കുന്നത്. ഈ ഉഷ്ണതരംഗമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഈ കാര്യം ഭയങ്കര ചൂടല്ലേ? കാര്യം ഈ ഒന്നും പറയാൻ പറ്റില്ല അല്ലേ? ഒന്നും പറയാൻ പറ്റില്ല. അതെ, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റും. എന്തായാലും കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് ബോഡി കൊണ്ടുപോയിട്ടുണ്ട്. പോലീസൊക്കെ സ്ഥലത്തെത്തി, ബന്ധുക്കളൊക്കെ എത്തി, ആളെ തിരിച്ചറിഞ്ഞു. എന്തായാലും വളരെ ദൗർഭാഗ്യകരമായൊരു സംഭവമാണ് ഈ നിമിഷം ഇപ്പോൾ കൊട്ടാരക്കര, അതായത് നമ്മുടെ കലയപുരം MC റോഡിൽ ഈ ഒരു ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന് മുമ്പിൽ, ഈ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന് മുമ്പിലുള്ള ഈ ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ നിരവധി ആളുകൾ ജീവനെടുത്ത ഒരു സ്ഥലമാണ്. നിരന്തരം ആക്സിഡൻ്റ് ആകുന്ന സ്പോട്ടാണ്. കാര്യം ഒരു വളവാണ്, നല്ല വീതിയുള്ള റോഡാണ്, ആളുകൾ നല്ല സ്പീഡിലാണ് ഡ്രൈവ് ചെയ്ത് വരുന്നത്. എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഉടൻ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ആളെല്ലാം തിരിച്ച് അറിഞ്ഞിട്ടുണ്ട്. KL 26K 6299. എന്നാൽ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി വരും. കിട്ടുന്ന വാർത്തകൾ അറിയുന്നതനുസരിച്ച് പ്രേക്ഷകരിലേക്ക് ലൈവിലേക്ക് വരാം. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് നൈറ്റ്. താങ്ക് യു.